അമേരിക്കയിൽ പ്രൊഫഷണൽ ഡിഗ്രിയുടെ പട്ടികയിൽ നിന്ന് നഴ്സിംഗ് അടക്കമുള്ള പല ബിരുദ കോഴ്സുകളും ഒഴിവാക്കിയിരിക്കുകയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് പ്രൊഫഷണൽ ഡിഗ്രിക്ക് പുതിയ നിർവചനം നൽകി മാറ്റം കൊണ്ടുവരുന്നത്. പുതിയ നിയമങ്ങൾ 2026 ജൂലൈ 1 മുതൽ നടപ്പിലാക്കാനാണ് തീരുമാനം. ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഫെഡറൽ വായ്പകളും വായ്പാ ഇളവുകളും ലഭിക്കുന്നതിനെ സാരമായി ബാധിക്കുമെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൂടാതെ അമേരിക്കൻ ആരോഗ്യമേഖല നിലവിൽ നേരിടുന്ന നഴ്സുമാരുടെ കുറവ് കൂടുതൽ വഷളാക്കാനും സാധ്യതയുണ്ടെന്ന് വിമർശകർ അഭിപ്രായപ്പെടുന്നു. 1965 ഒരു ഫെഡറൽ നിയമപ്രകാരം ഒരു പ്രത്യേക തൊഴിലിൽ പ്രവേശിക്കുന്നതിനുള്ള അക്കാദമിക യോഗ്യതയും സാധാരണ ബിരുദ നിലവാരത്തിനപ്പുറമുള്ള പ്രൊഫഷണൽ വൈദഗ്ധ്യവും എന്നതാണ് പ്രൊഫഷണൽ ഡിഗ്രിയുടെ നിർവചനമെന്ന് USA ടുഡേ റിപ്പോർട്ട് ചെയ്തു. ഫാർമസി, ഡെന്റിസ്ട്രി, വെറ്ററിനറി മെഡിസിൻ, കൈറോപ്രാക്ടിക്, നിയമം, മെഡിസിൻ, ഓസ്റ്റിയോപ്പതിക് മെഡിസിൻ, പോഡിയാട്രി, തിയോളജി തുടങ്ങിയ ബിരുദങ്ങൾ പ്രൊഫഷണൽ ഡിഗ്രിയിൽ ഉൾപ്പെടുന്നു. പുതിയ ചട്ടങ്ങൾ അനുസരിച്ച് നഴ്സിംഗ്, ആർക്കിടെക്ചർ, അക്കൗണ്ടിംഗ്, ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിക്കൽ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത്, സോഷ്യൽ വർക്ക് തുടങ്ങിയ നിരവധി ബിരുദങ്ങൾ പ്രൊഫഷണൽ ഡിഗ്രിയുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇതുമൂലം ബിരുദാനന്തര നഴ്സിംഗ് വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം ഗണ്യമായി കുറയുമെന്നും നഴ്സിംഗ് മേഖലയെ വളർത്താനും നിലനിർത്താനുമുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും ഈ മേഖലയിലുള്ളവർ പറയുന്നു. പ്രൊഫഷണൽ ഡിഗ്രിയുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ബിരുദ പ്രോഗ്രാമുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ വായ്പാ പരിധിയായിരിക്കും ഇനി ലഭിക്കുക. അഡ്വാൻസ്ഡ് പ്രാക്ടീസ് നേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടും ചെലവേറിയതുമായി മാറും. ട്യൂഷൻ ഫീസ് അടയ്ക്കുന്ന ബിരുദാനന്തര നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. റിപ്പോർട്ടുകൾ പ്രകാരം പ്രൊഫഷണൽ ഡിഗ്രിയുടെ പട്ടികയിൽ ഉൾപ്പെട്ട ബിരുദങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം $50,000 വരെയും മൊത്തം $2 ലക്ഷം വരെയും വായ്പ എടുക്കാൻ കഴിയും. എന്നാൽ പ്രൊഫഷണൽ ഡിഗ്രിയായി കണക്കാക്കാത്ത ബിരുദ പ്രോഗ്രാമുകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം $20,500 എന്ന പരിധിയും മൊത്തം $1 ലക്ഷം എന്ന പരിധിയുമായിരിക്കും ലഭിക്കുക. അതേസമയം ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷന്റെ തീരുമാനം മാറ്റണമെന്ന ആവശ്യവുമായി വിവിധ നഴ്സിംഗ് സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രൊഫഷണൽ ഡിഗ്രിയുടെ നിർവചനത്തിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യപ്പെട്ട് ഓഫീസ് ഓഫ് പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്ക് കത്തയച്ച അമേരിക്കൻ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ നഴ്സിംഗ്, ആർക്കിടെക്ചർ, അക്കൗണ്ടിംഗ്, ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിക്കൽ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത്, സോഷ്യൽ വർക്ക് തുടങ്ങിയ കൂടുതൽ പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ നിർവചനത്തിൽ അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ ഡിഗ്രിയുടെ പട്ടികയിൽ നിന്ന് നഴ്സിംഗിനെ ഒഴിവാക്കുന്നത് ബിരുദാനന്തര നഴ്സിംഗ് വിദ്യാഭ്യാസത്തിനുള്ള നിർണായക ധനസഹായം ലഭ്യമാകുന്നത് ഗണ്യമായി കുറയ്ക്കുമെന്നും നഴ്സിംഗ് മേഖലയെ വളർത്താനും നിലനിർത്താനുമുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് ജെന്നിഫർ മെൻസിക് കെന്നഡി കത്തിൽ പറഞ്ഞു. പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാമുകളുടെ നിർവചനത്തിൽ നിന്ന് നഴ്സിംഗിനെ ഒഴിവാക്കേണ്ടത് ആരോഗ്യ സംരക്ഷണ രംഗത്തെ മറ്റു പ്രൊഫഷണലുകൾക്ക് തുല്യമായ അംഗീകാരം നേടാനുള്ള ദശാബ്ദങ്ങളുടെ മുന്നേറ്റത്തെ അവഗണിക്കുന്നതാണെന്ന് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് കോളേജസ് ഓഫ് നഴ്സിംഗ് പറഞ്ഞു. കോവിഡ് മഹാമാരിക്ക് ശേഷം അമേരിക്ക നഴ്സുമാരുടെ വലിയൊരു കുറവ് നേരിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2024 കണക്കുകൾ പ്രകാരം 2,67,000 വിദ്യാർത്ഥികൾ ബാച്ചുലർ സയൻസ് ഓഫ് നഴ്സിംഗ് പ്രോഗ്രാമിന് ചേർന്നിട്ടുണ്ട്. 2024 കണക്കുകൾ പ്രകാരം 2,67,000 വിദ്യാർത്ഥികൾ ബാച്ചുലർ സയൻസ് ഓഫ് നഴ്സിംഗ് പ്രോഗ്രാമിന് ചേർന്നിട്ടുണ്ട്.